എന്തുകൊണ്ടാണ് റമളാനിനെ നമുക്ക് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തത്? നമ്മൾ കാണുന്ന സ്വപ്നം പോലെ ഒരു 2 ഖത്തം തീർക്കുക, ഒരു ഖത്തം തീർക്കുക, എല്ലാ തറാവീഹിനും പങ്കെടുക്കുക, ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക, ഒരു നിസ്കാരം ഖളാ ആക്കാതിരിക്കുക, ഈ രൂപത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് റമളാനിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത്? അതിനൊരൊറ്റ മറുപടി ഉള്ളൂ, റമളാനിന് വേണ്ട രൂപത്തിൽ തയ്യാറാകാത്തത് കൊണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റൂല, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരിക. ഒരു കുഞ്ഞ് ജീവിക്കണത് പോലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ജീവിക്കുന്നത്. പ്രസവിച്ച ഉടനെ തന്നെ എഴുന്നേറ്റുകൊണ്ട് ഓടാൻ കഴിയില്ലല്ലോ. അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം നടക്കുക. അപ്പം അതുകൊണ്ട് ഇങ്ങനെ റമളാനിന് വ്യക്തമായ ഒരു മുന്നൊരുക്കം ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അപ്പൊ റമളാൻ വരുന്നതിന്റെ 2 മാസം മുമ്പ് തന്നെ റജബിൽ തൊട്ട് ശഅബാനിലൊക്കെ നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, അല്ലാഹു എനിക്ക് റജബിൽ നീ ബർക്കത്ത് ചെയ്യണേ, എനിക്ക് ശഅബാനിൽ നീ ബർക്കത്ത് ചെയ്യണേ, വബല്ലിഗ്നാ റമളാൻ, റമളാൻ എന്നിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. ഇവിടെ മഹത്തുകൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്, എന്താണ് ഈ റജബിലുള്ള ബർക്കത്ത്, എന്താണ് ഈ ശഅബാനിലെ ബർക്കത്ത്, ആ ബർക്കത്തുള്ള മുറാദ് എന്താണ് എന്ന് മഹത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ റജബ് കൊണ്ടുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാഹ്യമായ ശരീരങ്ങൾ മുഴുവനും റമളാനിലോട്ട് സജ്ജീകരിക്കുക എന്നുള്ളതാണ്. തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക, ഹറാമുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കുക, നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ ആ ഖളാ ആയ നിസ്കാരങ്ങൾ വീട്ടുക, നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ ആ നോമ്പുകൾ വീട്ടി തുടങ്ങുക. അങ്ങനെ റജബ് കൊണ്ട് നമ്മുടെ ബദൻ, നമ്മുടെ ശരീരം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒരുക്കിയെടുക്കണം, റമളാനിലോട്ട് തയ്യാറാക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ ശഅബാൻ വരും. ശഅബാൻ വരുന്ന സമയത്ത് നമ്മളിന് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കിയെടുക്കണം. കിബറില്ലാതെ, ഉജ്ബില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ ഇസ്തിഗ്ഫാറുകളും മറ്റൊക്കെ നന്നായി അധികരിപ്പിച്ച് റജബും ശഅബാനോടുകൂടെ റമളാനിലോട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ ക്രമീകരിച്ചെടുത്താൽ വബല്ലിഗ്നാ റമളാൻ, എന്നിട്ട് റമളാൻ നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റമളാനിന്റെ മധുരം നമുക്ക് മനസ്സിലാവും. അപ്പൊ റജബിനെയും ശഅബാനിനെയും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തൊരു മനുഷ്യന് റമളാനിന്റെ മധുരം ശരിക്കും കിട്ടൂല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ റമളാനിലെ തുടക്കത്തിലുള്ള ഒരു ആവേശം അവസാനത്തിൽ ഇല്ലാതാകുന്നത്.